1918 ലോകം കണ്ടതിലുള്ള ആദ്യത്തെ വേൾഡ് വാർ നടക്കുന്ന സമയം ഫ്രാൻസിലെ ആർഗോൺ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് അമേരിക്കൻ സോൾജേഴ്സ് എനിമി ഫോഴ്സസിൻ്റെ ഇടയിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നു. പുറത്തേക്ക് പോകാനും പറ്റില്ല, ഹെൽപ്പ് വിളിക്കാൻ ഫോണും ഇല്ല, റേഡിയോ കമ്മ്യൂണിക്കേഷനും ഇല്ല. ആ സാഹചര്യം ഒന്നും കൂടി മോശമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ എക്സാക്ട് ലൊക്കേഷൻ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് ക്ലിയർ അല്ലാത്തത് കൊണ്ട് അവരുടെ തന്നെ ആർട്ടിലറി അവരുടെ സ്വന്തം സോൾജേഴ്സിനെ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിമി സൈഡിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സും സ്വന്തം ആർമിയുടെ സൈഡിൽ നിന്ന് ബോംബിങ്ങും. അതിൻ്റെ മിഡിൽ പെട്ടിരിക്കുന്ന കുറച്ച് സോൾജേഴ്സ്. അവർക്കിപ്പോൾ വേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഒരു മെസ്സേജ് പുറത്തെത്തിക്കണം അവരുടെ എക്സാക്ട് ലൊക്കേഷനെ പറ്റിയിട്ട്. ആ സമയത്ത് അവരുടെ രക്ഷയായിട്ട് വന്നത് നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് മറന്നു പോയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരുന്നു. പ്രാവുകൾ, പിജിയൻസ്. ട്രെയിൻഡ് ഹോമിംഗ് പിജിയൻസിനെ മെസ്സേജ് അറ്റാച്ച് ചെയ്ത് റിലീസ് ചെയ്യുക. അവരുടെ ഡെസ്റ്റിനേഷൻ ഒരു റാൻഡം പ്ലേസ് അല്ല, അവരുടെ ഹോം ലോഫ്റ്റ് ആണ്. സോ ഒരു സോൾജർ ഒരു ടൈനി മെസ്സേജ് പേപ്പറിൽ എഴുതിയിട്ട് അതൊരു പിജിയന്റെ കാലിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ പക്ഷീനെ റിലീസ് ചെയ്തു. ആ പക്ഷിയുടെ പേരായിരുന്നു ഷെർ അമി. ഷെർ അമി പറന്ന് ഹോം ലോഫ്റ്റ്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്ക് പോണ വഴിക്ക് താഴെ മൊത്തം ബാറ്റിൽ ഫീൽഡായിരുന്നു. ഗൺ ഫയർ, എക്സ്പ്ലോഷൻസ്, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പറന്നിട്ട് കുറേ ബുള്ളറ്റ് വൂൺസ് ഒക്കെ പറ്റിയിട്ടും ഈ പ്രാവ് ആ ഒരു മെസ്സേജ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇവരുടെ ലൊക്കേഷൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ മനസ്സിലായിട്ട് ഫയറിംഗ് നിർത്തിയിട്ട് ഈ സോൾജേഴ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റി. ഷെർ അമി സർവൈവ് ചെയ്തെങ്കിലും കുറേ ഇഞ്ചറീസ് ഉണ്ടായിരുന്നു കേട്ടോ. യുദ്ധം കഴിഞ്ഞ് 1919 അവൻ മരിച്ചു. പിന്നെ അവൻ്റെ ബോഡി സ്മിത്സോണിയൻ കളക്ഷനിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും, എങ്ങനെയാണ് പ്രാവുകൾക്ക് ഇത്രയും യുദ്ധത്തിൻ്റെയും ബാറ്റിൽ ഫീൽഡിൻ്റെ ഇടയിലൂടെ പോലും ഇവർക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓരോ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റുന്നത്? വെൽക്കം ടു ബിയോണ്ട് ദ ഗ്ലാസ്. നമ്മൾ ഇന്ന് ഡെയിലി നമ്മൾ കാണുന്ന ഒരു പക്ഷീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പ്രാവുകൾ. ഈ സാധാരണ പോലെ തോന്നുന്ന ഈ ഒരു പക്ഷിക്ക് ഏറ്റവും എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരു എബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ നാവിഗേഷനാണ്. ഈ നാവിഗേഷൻ ഉപയോഗിക്കുന്ന മെസ്സഞ്ചർ പിജിയൻസ് എന്ന് നമ്മൾ പറയുന്നത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് സ്പീഷീസ് അല്ല. യൂഷ്വലി നമ്മുടെ ഡൊമസ്റ്റിക് റോക്ക് പിജിയൻസ്, കൊളംബ ലിവിയ ആണ് ഈ ഒരു പർപ്പസിന് യൂസ് ചെയ്തിരുന്നത്. വൈൽഡ് റോക്ക് പിജിയൻസ് ഒറിജിനലി ക്ലിഫ്സിലാണ് നെസ്റ്റ് ചെയ്തിരുന്നത്, എസ്പെഷ്യലി യൂറോപ്പിൽ, നോർത്ത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, പിന്നെ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന നഗരത്തിലുള്ള പ്രാവുകൾ ബിൽഡിങ്സിന് ലെഡ്ജസും ബ്രിഡ്ജസും ഒക്കെ ക്ലിഫ്സ് പോലെ യൂസ് ചെയ്തിട്ട് നെസ്റ്റ് ചെയ്തിട്ട് അവിടെ ജീവിക്കുന്നത്. ഹ്യൂമൻസ് അവയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് ജനറേഷൻസ് ആയി സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി അവരുടെ സ്ട്രോങ് ഹോമിംഗ് എബിലിറ്റീസ് ഉള്ള ബേർഡിനെ ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഇവൻച്വലി ഈ ഒരു സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഈ പക്ഷി ഹ്യൂമൻസിന്റെ വൺ ഓഫ് ദ ഏറ്റവും പഴക്കമുള്ള ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആയി മാറി. പക്ഷേ ഇവരുടെ ആ ഒരു നാവിഗേഷൻ എബിലിറ്റീനെ എന്താണ് ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്? അതിന്റെ എബിലിറ്റി ടു ഫൈൻഡ് ഇറ്റ്സ് വേ ഹോം ആണ്. ഇത് തന്നെയാണ് ഹോമിങ്. ഒരു പ്രാവിന്റെ ഹോം ലോഫ്റ്റ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഉണ്ട് എന്ന് വെക്കുക. നമ്മൾ ആ പിജിയനെ എത്രയോ കിലോമീറ്റേഴ്സ് ദൂരെ കൊണ്ടുപോയി റിലീസ് ചെയ്താലും അത് ഏത് ലൊക്കേഷൻ ആയാലും അത് അതിന്റെ തിരിച്ച് ഹോം ലോഫ്റ്റിലേക്ക് തിരിച്ച് പോകാൻ ട്രൈ ചെയ്യും. അതാണ് മെസ്സഞ്ചർ പിജിയൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അവരുടെ മേത്ത്, അവരുടെ കാലിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ മെസ്സേജസോ എന്തെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അൺഫെമിലിയർ ലൊക്കേഷൻ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷി നേരെ തിരിച്ച് അവരുടെ ഹോം ലോഫ്റ്റിലോട്ട് പോകും. പക്ഷേ എങ്ങനെ? ഈ പിജിയന്റെ ബ്രെയിനിൽ ഒരു GPS അങ്ങനെയൊന്നുമില്ലല്ലോ. ഇൻഫാക്ട് സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് പ്രാവുകൾ മൾട്ടിപ്പിൾ നാവിഗേഷൻ ക്യൂസ് ഒരേ നേരത്തെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വഴി കണ്ടുപിടിക്കുന്നത്. സൂര്യനാണ് ഏറ്റവും വലിയ ക്ലൂ. പ്രാവുകൾ സൂര്യന്റെ പൊസിഷനെ ഒരു കമ്പസ് ആക്കി വെച്ചിട്ട് അവരുടെ ഇന്റേണൽ ബയോളജിക്കൽ ക്ലോക്ക് അവരുടെ പൊസിഷൻ സൂര്യൻ ആകാശത്ത് കൂടെ നീങ്ങുന്നതിനനുസരിച്ച് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സൂര്യൻ ഇല്ലാത്ത ദിവസങ്ങളോ, നല്ലോണം മേഘങ്ങൾ മൂടിയിരിക്കുന്ന ദിവസങ്ങളോ അന്ന് അവർക്ക് കാണാൻ പറ്റില്ലേ? ആക്ച്വലി അവർക്ക് പറ്റും. അവിടെയാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പ്രാവുകൾക്ക് ഈ ഒരു മാഗ്നറ്റിക് ഇൻഫർമേഷൻ സെൻസ് ചെയ്യുന്നതിനായിട്ട് സ്പെഷ്യൽ ബയോളജിക്കൽ മെക്കാനിസംസ് ഉണ്ട്. പക്ഷേ അത് എക്സാക്ട്ലി എന്താന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അതുമ്മേ ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്മെൽ ചെയ്യാനുള്ള എബിലിറ്റിയും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആണ്. റിസർച്ച് പറയുന്നത് പ്രാവുകൾക്ക് ഓരോ ഏരിയയിലുള്ള ഡിഫറെന്റ് സ്മെൽ പാറ്റേൺസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അവർക്കൊരു കെമിക്കൽ മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവരുടെ ഹോം ലോഫ്റ്റുള്ള സ്ഥലത്തിന്റെ അടുത്തേക്ക് എത്തും തോറും അവർ ചുറ്റുമുള്ള ലൊക്കേഷൻസും വിഷ്വൽ ആയിട്ടുള്ള ലാൻഡ് മാർക്സ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവർ പല ഡിഫറെന്റ് സെൻസറി ക്ലൂസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഹോമിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ഒരു എബിലിറ്റി ഇത്രയും പവർഫുള്ളും ആക്യുറേറ്റും ആയതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാര് നമ്മൾ ഇവരെ വാർസിൽ ഭയങ്കര യൂസ്ഫുൾ ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചത് കേട്ടോ. ഈ റേഡിയോ, ടെലിഫോൺ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ ചിലപ്പോൾ എനിമി തകർക്കും. അപ്പോൾ ആ ഒരു നേരത്ത് ആകെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവുക ഈ പിജിയൻസിന് വിടുന്നതായിരിക്കും. വേൾഡ് വാർ 1
ടൈമിൽ ആയിരക്കണക്കിന് പ്രാവുകൾ എല്ലാ ആർമീസും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതിലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പിജൻസിന്റെ കഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഷെർ അമി. പ്രാവുകളുടെ കഥ പറയുമ്പോൾ ഈ ഒരു വാർ സ്റ്റോറി മാത്രമല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസർവേഷന്റെ ലെസണും കൂടിയുണ്ട്. നമ്മൾ ഈ കാണുന്ന റോക്ക് പിജൺ ഇത്രയ്ക്കും കോമൺ ആണ്, നമ്മൾ എവിടെ നോക്കിയാലും കാണാറുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, പണ്ടൊരു കാലത്ത് ഇതേപോലെ വേറൊരു സ്പീഷീസും കൂടി ഉണ്ടായിരുന്നു എന്ന്. അതാണ് പാസഞ്ചർ പിജൺ. നോർത്ത് അമേരിക്കയിൽ ഒരു ടൈമിൽ കോടിക്കണക്കിന് പാസഞ്ചർ പിജൻസ് ഉണ്ടായിരുന്നു. അവരുടെ ഫ്ലോക്സ് ഇത്ര വലുതായിരുന്നു, അതായത് ആൾക്കാർ അവരെ ഓൾമോസ്റ്റ് എന്ത് ചെയ്താലും ഇവരെ വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്റൻസീവ് ആയിട്ടുള്ള ഹണ്ടിങ്ങും ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻസ് ഒക്കെ കാരണം അവരുടെ മൊത്തം പോപ്പുലേഷൻസ് കൊളാപ്സ് ആയി. 1916 മാർത്ത എന്ന ലാസ്റ്റ് നോൺ ആയിട്ടുള്ള പാസഞ്ചർ പിജൺ ക്യാപ്റ്റിവിറ്റിയിൽ മരിച്ചത്. ആൻഡ് അവളുടെ മരണത്തോടു കൂടെ ആ ഒരു എൻറ്റയർ സ്പീഷീസ് ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി. സോ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് അതാണ്, കോമൺ ആണെന്ന് വെച്ചിട്ട് സേഫ് ആണെന്നല്ല. ഒരു സ്പീഷീസ് എത്ര കോടിക്കണക്കിനുണ്ട് എന്ന് പറഞ്ഞാലും മനുഷ്യന്മാരുടെ പ്രഷർ കാരണം അതിനെ എക്സ്റ്റിങ്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ കഴിയും. സോ ദിസ് ഇസ് ബിയോണ്ട് ദ ഗ്ലാസ്. ഇതുപോലത്തെ നേച്ചറിലുള്ള ഓരോ ചെറിയ കാര്യങ്ങളും ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് കാണാം. ബൈ.